അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ പ്രഥമ സ്ഥാനീയരിൽപ്പെട്ട വീര രക്തസാക്ഷി വെളിയങ്കോട്ട് മാനാത്ത് പറമ്പിൽ വീട്ടിലെ കുഞ്ഞിമരക്കാർ എന്നവരുടെയും പൊന്നാനിക്കാരിയായ ആയിഷയുടെയും വിവാഹകർമ്മം സന്തോഷപൂർവ്വം നടന്നുകഴിഞ്ഞു. നിക്കാഹിനോടനുബന്ധിച്ചുള്ള സദ്യവട്ടങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്കിടയിലേക്ക് പ്രദേശവാസിയായ ഒരു പടുവൃദ്ധൻ ഊന്നുവടിയുടെ സഹായത്തോടെ കടന്നു വന്നു. അവിടെ കൂടിയവരെല്ലാവരും കേൾക്കെ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: വളരെ സങ്കടകരമായൊരു വാർത്തയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗപ്രവേശനത്തിന് വല്ല മോഹവുമുണ്ടെങ്കിൽ വേഗം തന്നെ ചെന്ന് കയറിക്കോളൂ. അതിനുള്ള ഒരു സുവർണ അവസരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരിക്കലും നഷ്ടം വരാത്ത ഈ ഉദ്യമത്തിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഉടൻ പുറപ്പെട്ടുകൊള്ളുക. കാര്യമെന്തെന്നാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ തീരത്തിനടുത്ത് 2 പറങ്കി കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. പോർച്ചുഗീസിൻ്റെ സായുധ സേനയാണ് അതിനകത്തുള്ളത്. നിരായുധരായ നാട്ടുകാർക്കിടയിൽ കടന്നുകയറി വലിയ അതിക്രമങ്ങൾ കാണിച്ചു അവർ. മദ്യസേവ നടത്തി തീരദേശ നിവാസികളുടെ സ്വൈരജീവിതത്തിന് അവർ വിഘാതം സൃഷ്ടിച്ചു. അതിരുവിട്ട ആഹ്ലാദങ്ങളും അതിക്രമങ്ങളുമായി അഴിഞ്ഞാടിയ അവരിൽ 2 പേർ മറപ്പുരയിൽ കുളിക്കാനൊരുങ്ങുന്ന ഒരു പെൺകുട്ടിയെ ബലമായി പിടികൂടുകയും നിസ്സഹായയായ ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് കപ്പലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നു. അക്രമികളെ വകവരുത്തി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവനും മാനവും രക്ഷിച്ചെടുക്കുന്നവർക്ക് ഇരുലോക രക്ഷിതാവിൻ്റെ സുഖലോക സ്വർഗം സുനിശ്ചിതമാണ്. കുഞ്ഞിമരക്കാർ മാലയിൽ ഈ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അതിൽ പിന്നെ ഏകവയസ്സൻ ആ പന്തലിൽ അകത്തേക്ക് വടികുത്തി ചെന്ന് പറഞ്ഞോവർ, അതിമഹാഖേദ വാർത്ത ഇവിടത്തിൽ ഉണ്ടോ വല്ലോരും സുവർഗം കോതിച്ചോവർ. ചെന്ന് കടപ്പോൾ ഇന്നാരാനും ഉണ്ടെങ്കിൽ ഛേദം വരാത്ത എളുപ്പ വഴിയാണോ. ഇന്നലെ ബഹറിൽ ദൂയം കപ്പൽ വന്നിട്ടേ ഇരുമ്പട്ടതിലിന് സാറാക്കളാണോവർ. വന്ന് കരക്കെ ശീതിയിൽ ഇരു കാഫിർ വല്ലാതെ കള്ളും കൂടിച്ച് മസ്തായോവർ. ഏറിയ മസ്തോടെ പാടി നടക്കുമ്പോൾ ഇസ്ലാമായുള്ളൊരു പെണ്ണിനെ കണ്ടോവർ. ഈറക്കൂഫിറുകൾ പീഡിത്തിട്ട് തിർക്കാസിൽ വെത്ത് തുഴഞ്ഞൊരു കപ്പലിൽ കയറ്റിയോ. ചോരരെ കൊന്ന് അവളെ സഹായിച്ചാൽ തുയ്യോൻ സുവർഗം കൊടുക്കും എന്നുത്തോവർ. സഫീനത്തുൽ ഇസ്ലാം ഷഹീദ് കുഞ്ഞിമരക്കാർ മാല 9ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു.